ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളിതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇടയ്ക്കൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം റമദാനിൻ്റെ ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വീഡിയോ ഉണ്ടാകുമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖം. പിന്നെ അതുപോലെ തന്നെ വെക്കേഷനൊക്കെ ആയപ്പോൾ മക്കളൊക്കെ എല്ലാവരും പല സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. ഞാനും മോനും മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. അപ്പോൾ ജുമാനയും അക്കു ഉമ്മയുടെ വീട്ടിൽ നിന്ന് ജുമാന നിജാസിൻ്റെയും ചക്കരയുടെയൊക്കെ വീട്ടിലായിരുന്നു. ഇപ്പം മക്കളെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി കുറേ ദിവസങ്ങൾക്ക് ശേഷം മക്കളുമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ ക്ലാസ്സിനൊക്കെ കൊണ്ടാക്കി, വെക്കേഷൻ ക്ലാസ്സിന്. അപ്പം റയാനും ജുമാനായും കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ അവരെ വെക്കേഷൻ ടൂർ കഴിഞ്ഞ് കുറച്ച് ദിവസം, അപ്പോൾ ഇനി ക്ലാസ്സിന് പോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ അക്കു ട്യൂഷന് പോക്ക് തുടങ്ങിയില്ല. ആളും ഇനിയിപ്പോൾ 8ാം ക്ലാസ്സിലാണ്. അപ്പം ടെസ്റ്റൊക്കെ മാറ്റുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് 3 മക്കളും ഇപ്പോൾ കൂടെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴയുണ്ടോ? അപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു. ഇന്നിപ്പം മഴയില്ല, മഴ കുറവാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട്. കുറേ ദിവസം എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാത്ത എന്തെന്നൊക്കെ. വാട്സപ്പിൽ ഇൻസ്റ്റയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാത്ത എന്ത്, ഇപ്പോൾ കാണുന്നില്ല, നിർത്തിയോന്നൊക്കെ. ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല, കുറച്ച് ബ്രേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴേക്ക് വല്ലപ്പോഴൊക്കെ ഇടാൻ വെച്ചു. ഡെയിലി വ്ളോഗ് അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും, പിന്നെ അതുപോലെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അങ്ങനെ സ്പെഷ്യൽ ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കേ. അങ്ങനെ ഗേസ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഗ്യാസ് ഒരു പണി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സിലിണ്ടർ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഒരു കുറ്റി തീർന്നപ്പോൾ പുതിയ കുറ്റി എടുത്ത് വെച്ചതാണ്. അപ്പോഴത്തേക്കും ഇതിടാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ട്. അതായത് റെഗുലേറ്റർ താഴോട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം ശ്രമിച്ചു നോക്കി, എന്നിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് എനിക്ക് അങ്ങനെ പണി കിട്ടിയത്. പിറ്റേന്ന് രാവിലത്തെ വീഡിയോസാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ കുറേ നേരം വരെ വെയിറ്റ് ചെയ്തു. കാരണം ഞാൻ ഗ്യാസ് ഏജൻസിയിലും ഡ്രൈവറെയൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൾ വന്ന് 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടു വന്നിട്ടില്ല. 11 മണിയായിട്ട് വന്നില്ല, ലേറ്റായി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഓണാക്കിയിട്ട്, അപ്പോൾ നമുക്കിതിനകത്ത് എല്ലാ പാത്രവും, ഫ്രൈ പാൻ, കുക്കർ, എല്ലാ പാത്രവും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തൽക്കാലം പിന്നെ ഞാൻ അതെടുത്ത് അതിനകത്തേക്ക് ദോശയൊക്കെ ചുട്ട്, അപ്പോൾ തലേ ദിവസത്തെ കറി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെയും ചൂടാക്കി എടുത്ത് ചായയൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നാലും എനിക്ക് അത്യാവശ്യത്തിന് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം. പക്ഷേ അത് നല്ല കറണ്ട് പിടിക്കും. അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതിൽ വെക്കാൻ പറ്റും. അതായത് ഫ്രൈ പാൻ ആയാലും, പിന്നെ അതുപോലെ കുക്കർ, സ്റ്റീൽ പാത്രം, അലുമിനിയം, എല്ലാ പാത്രവും വെക്കാൻ പറ്റും. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാനും മോനും കൂടി പുറത്തോട്ട് പോകും. അതായത് മക്കളെ 2 പേരെയും കൊണ്ടുവരണം, ഇവന് ക്ലാസ്സിനാക്കണം, ജുമാനാക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ജുമാനായ നിജാസിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ അക്കുവിനെ കൊണ്ടുവരണം. അപ്പോൾ റയാനും ക്ലാസ്സിനാക്കുകയും വേണം. അവനാദ്യം ഫസ്റ്റിന് അഡ്മിഷൻ എടുത്തു. അങ്ങനെയൊക്കെ പോയിരുന്നു. പിന്നെ പോയിട്ട് വന്നിട്ട് ഇതിപ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നില്ലേ, വീടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എടുക്കുന്നൊരു വീഡിയോസാണ് കേട്ടോ. അതായത് വീടിൻ്റെ ടോപ്പിൽ നിന്നിട്ട് എടുക്കുന്നൊരു വീഡിയോസാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തിരക്കാണ്, കുറച്ച് ജോലിയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കോഴി വളർത്തുന്ന കാര്യം. അപ്പോൾ വീടിൻ്റെ മുകളിലൊരു കൂടടിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 റൂമായിട്ട് കുറച്ച് കോഴികളുണ്ട്. പിന്നെ ഇതുപോലെ വീടിൻ്റെ താഴെയുണ്ട്, സ്റ്റെയറിന് ഭാഗത്തായിട്ട് ഒരു കൂടടിച്ച് കൂട്ടിയിട്ട് കുറച്ച് അവിടെ പൂവൻ കോഴി ഇട്ടിട്ടുണ്ട്. ഇവിടെ പിടക്കോഴി, അതായത് മുട്ടയിടുന്ന കോഴികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ടൈമൊന്നും കിട്ടത്തില്ല എന്ന്. അപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ കോഴികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ച് മുട്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം പിടക്കോഴികളാണ്, മുട്ടയിടുന്നത്. എല്ലാവരും മുട്ടയിടത്തില്ല. ഇപ്പോൾ നമുക്കൊരു 2 മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവരിൽ ഒരാൾ പോകാനുണ്ട്, പക്ഷെ കുറച്ച് പേര് പോയില്ല. ഇന്നലെ ഒന്ന് ചത്ത്. ഇതിൽ മുട്ടയുണ്ട്. നമ്മൾ കൂട് ഇങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് 4 കമ്പി അടിച്ചിട്ട് കണ്ടോ.
ഇങ്ങനെയാകുമ്പോൾ വേസ്റ്റൊന്നും പുറത്തോട്ട് വരത്തില്ല. നല്ല നീളത്തിന് അടിച്ച് 2 റൂമാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിന്. അപ്പോൾ നമ്മൾ ജുമാനായും ഒക്കെ കൊണ്ടല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടി ഭയങ്കര കാര്യം പറിച്ചിട്ടായിട്ട് 2 പേരും കൂടി. അപ്പോൾ എന്തിനാണ് നമുക്ക് നോക്കാം റൂമിൽ. അയ്യോ ഹായ്. ഇവിടെ എന്തിനാണ് കാര്യം പറിച്ചിട്ട് 2 പേരും കൂടെ? ഫോൺ കയ്യിലിരിപ്പുണ്ട്. 2 പേരും കൂടെ ഭയങ്കര കാര്യം. അജുമാൻ അതാ കല്ലേരിയിലായിരുന്നു. കല്ലേരിയിൽ നിന്ന് ലീവൊക്കെ കഴിഞ്ഞ് എന്തിനാണ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അക്കു എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു ഉമ്മയുടെ കൂടെ. അപ്പോൾ അക്കു വന്നിട്ടുണ്ട്. ജുമാനായ ഇന്ന് അതായത് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ ക്ലാസ്സിന് വിടണം. അതായത് 11-ാം തീയതി തൊട്ട് നാളെ മുതൽ ക്ലാസ്സിന് വിടാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ക്ലാസ്സിനാക്കിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ക്ലാസ്സിന് 2 പേരും. പിന്നെ അക്കു ട്യൂഷന് പോണില്ലേ? കുറച്ച് ദിവസം കൂടെ ലീവ് എടുത്തിട്ട് പോവാന്ന്. ഇതായിട്ടുണ്ടാ ഒരാളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കാവലായിട്ട്. ആരെങ്കിലും വരുന്നെങ്കിൽ ഇങ്ങനെ അവർ വരുമ്പോൾ അവരെ ബേക്കിൽ നിന്ന് ഇങ്ങനെ കയറി വരും. അപ്പോൾ ഗെയ്സ് ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് അച്ചാറുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അച്ചാറ് ഇട്ട് കൊടുക്കുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളുണ്ട്. അതായത് ഉപ്പിലിട്ട ഐറ്റംസുകളും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഗ്രീൻ ചില്ലി, മാംഗോ പിക്കിൾ, അതുപോലെ തന്നെ മീൻ ഐറ്റംസുകൾ, ചൂരമീൻ, നെത്തോലി മീൻ, ചാളമീനൊക്കെ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ ഓർഡർ അനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ, അതായത് ഞാൻ നമ്പർ കൊടുത്തേക്കാം, അപ്പോൾ അതിലിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. DTDC കൊറിയറായിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നതും. അപ്പം ഒത്തിരി പേര് കഴിച്ചിട്ട് നല്ല ഇതാണ് പറയുന്നത്, കമൻറ്റാണ് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ദൂര സ്ഥലങ്ങളിലൊക്കെ DTDC കൊറിയറായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.